BD ബിഹാർ പരാമർശത്തെ തുടർന്ന് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ VT ബൽറാം സ്ഥാനമൊഴിഞ്ഞു. BD ബിഹാർ പോസ്റ്റ് അംഗീകരിക്കാനാകുന്നതല്ലെന്ന് VT ബൽറാം. ഇതുപോലുള്ള പോസ്റ്റുകൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള സമയം തനിക്കില്ലെന്ന് KPCC അധ്യക്ഷനെ നേരിട്ട് അറിയിച്ചെന്നും ബൽറാം വ്യക്തമാക്കുന്നു. അതേസമയം പോസ്റ്റിൽ ജാഗ്രത കുറവും അപാകതയും ഉണ്ടായെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്നും KPCC പ്രസിഡന്റ് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ VT ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ചേരുകയാണ്. അനു, ഇക്കാര്യത്തിൽ സംഭവം പാളിയെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ബൽറാം സ്ഥാനത്ത് നിന്ന് മാറുന്നു. മാത്രമല്ല പുനഃസംഘടിപ്പിക്കും, ഈ കാര്യങ്ങളെ സോഷ്യൽ മീഡിയ വിഭാഗത്തെ പുനഃസംഘടിപ്പിക്കുമെന്നും KPCC പ്രസിഡന്റ് പറയുന്നു. ഇതാണെങ്കിലും കോൺഗ്രസ് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം അങ്ങനെയല്ലേ? സംഗീത, ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അങ്ങേയറ്റം ബീഹാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് അത് കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ എക്സിൽ വരുന്നത് ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ബീഹാറിലെ BJP നേതാക്കളടക്കം വലിയ രീതിയിൽ ഇത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ആ പോസ്റ്റ് പിൻവലിച്ചു. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശത്തിന് പുറത്ത് വരുന്നതല്ല, വെറുതെ ഇങ്ങനെയുള്ളൊരു പോസ്റ്റിന് പുറത്ത് വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് VT ബൽറാം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ചുമതലകളിൽ നിന്ന് ഒഴിയുന്നു. അക്കാര്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ പറയുന്ന മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിലുണ്ട്. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംഗീത, ശരി അനു, തുടരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്.